നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മുറിയിലുള്ളവരിൽ വെച്ച് ഏറ്റവും ശക്തനായ വ്യക്തി ഒരിക്കലും അവിടുത്തെ ഏറ്റവും വലിയ ശബ്ദമായിരിക്കില്ല. അയാൾ ഒരു വാദമുഖം ജയിക്കാൻ വേണ്ടി അനാവശ്യമായി തർക്കിക്കാറില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അയാൾ ഓടി നടക്കാറില്ല. സംഭാഷണങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ അയാൾ ഒരിക്കലും ശ്രമിക്കാറില്ല. എന്നിട്ടും എങ്ങനെയോ അവിടെയുള്ള ഓരോ വ്യക്തിക്കും അയാളുടെ സാന്നിധ്യം കൃത്യമായി അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ശക്തി എന്നത് ഒരിക്കലും ബഹളമയമല്ല, മറിച്ച് അത് വളരെ നിയന്ത്രിതമായ ഒന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നിക്കോളോ മാക്കിയവെല്ലി എന്ന വിഖ്യാത ചിന്തകൻ ഈ സത്യം തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചത് അധികാരം നേടുന്നത് കേവലം പ്രവർത്തികളിലൂടെ മാത്രമല്ല, മറിച്ച് അത് സംരക്ഷിക്കപ്പെടുന്നത് ആത്മനിയന്ത്രണത്തിലൂടെയുമാണ് എന്നാണ്. ദുർബലരായ മനുഷ്യർ ചിന്താശൂന്യമായി ചെന്ന് ചാടുന്ന ചില മേഖലകളുണ്ട്. അവിടെ കാലെടുത്ത് വയ്ക്കുന്ന നിമിഷം അവർക്ക് അവരുടെ ബഹുമാനവും സ്വാധീനവും നിയന്ത്രണവും എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. അതിലൊന്നാമത്തേതാണ് പൊതുമധ്യത്തിലുള്ള തർക്കങ്ങൾ. പല പുരുഷന്മാരും വിശ്വസിക്കുന്നത് തങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കുന്നത് കരുത്തിൻ്റെ ലക്ഷണമാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇത്തരം പ്രതികരണങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അരക്ഷിതാവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത്. ഒരു മീറ്റിങ്ങിലോ മറ്റോ ആരെങ്കിലും നിങ്ങളെ വെല്ലുവിളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ അവരെ തടസ്സപ്പെടുത്തുന്നതും ശബ്ദമുയർത്തുന്നതും ജയിക്കാൻ ശ്രമിക്കുന്നതും ഒരു ബലഹീനതയാണ്. അവിടെ ശക്തമായ മറുപടി എന്നത് തികഞ്ഞ ശാന്തതയാണ്. നിങ്ങൾ അവരെ ശ്രദ്ധിക്കുക, കസേരയിലേക്ക് അല്പം ചാരിയിരിക്കുക, എന്നിട്ട് വളരെ ലളിതമായി അതൊരു രസകരമായ പോയിന്റാണ് എന്ന് മാത്രം പറയുക. സമ്മർദ്ദഘട്ടങ്ങളിൽ നിങ്ങൾ പുലർത്തുന്ന ഈ ആത്മസംയമനം അവിടെയുള്ള സാഹചര്യത്തെ തന്നെ മാറ്റിമറിക്കും. നിങ്ങൾ പൊതുമധ്യത്തിൽ വെച്ച് നിയന്ത്രണം വിടുമ്പോൾ ആളുകൾ നിങ്ങളുടെ ശക്തിയെ ബഹുമാനിക്കുന്നത് നിർത്തുകയും പകരം നിങ്ങളുടെ വികാരങ്ങളെ പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരിക്കൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ വികാരങ്ങളെ വായിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാനും സാധിക്കും. ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിന് മുൻപായി ഒരു ചെറിയ കാര്യം. ഇതുപോലുള്ള ചിന്താദീപകമായ വീഡിയോകൾ ഇനിയും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. നിങ്ങളുടെ ഈ ചെറിയ പിന്തുണ എനിക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനമാണ് നൽകുന്നത്. രണ്ടാമതായി നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനാവശ്യമായി സ്വയം വിശദീകരിക്കുന്ന ശീലമാണ്. കാര്യങ്ങൾ വിശദമായി പറയുന്നത് മര്യാദയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ മനഃശാസ്ത്രപരമായി അത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ദാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പ്ലാൻ നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിന് നീണ്ട വൈകാരികമായ വിശദീകരണങ്ങൾ നൽകുന്നത് നിങ്ങളുടെ അധികാരത്തെ കുറയ്ക്കുകയേ ഉള്ളൂ. പകരം എനിക്ക് ഇന്ന് വരാൻ കഴിയില്ല എന്ന ലളിതമായ മറുപടി മതിയാകും. അധികാരം എപ്പോഴും മിതമായി മാത്രമേ സംസാരിക്കൂ. നിങ്ങൾ എത്രത്തോളം കൂടുതൽ വിശദീകരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വ്യക്തിത്വത്തിലെ നിഗൂഢത നഷ്ടപ്പെടുകയും നിങ്ങളെ വിലയിരുത്താൻ മറ്റുള്ളവർക്ക് അവസരം നൽകുകയും ചെയ്യുന്നു. നിഗൂഢതയ്ക്കാണ് എപ്പോഴും മൂല്യമുള്ളത്. നിങ്ങളുടെ തീരുമാനങ്ങളെ നിങ്ങൾ നിരന്തരം ന്യായീകരിക്കുമ്പോൾ അറിയാതെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം വികാരങ്ങളുടെ അതിപ്രസരമാണ്. നിങ്ങളെ തേടിയെത്തുന്ന എല്ലാ പരിഹാസങ്ങളും മറുപടി അർഹിക്കുന്നില്ല. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം അവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും വാക്കുകളേക്കാൾ ശക്തി മൗനത്തിനുണ്ട്. ശാന്തമായ മുഖഭാവം, ചഞ്ചലമല്ലാത്ത നോട്ടം, മറുപടി നൽകാൻ തിടുക്കം കാണിക്കാതിരിക്കുക. ഇത് എതിരാളിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. മാനസികമായ അസ്ഥിരത മറ്റുള്ളവർക്ക് നിങ്ങളെ തളയ്ക്കാനുള്ള ആയുധമാകും. എന്നാൽ നിങ്ങളുടെ ഗാംഭീര്യം നിങ്ങളുടെ മേധാവിത്വത്തെയാണ് വിളംബരം ചെയ്യുന്നത്. മറ്റൊരു വലിയ ചതിക്കുഴിയാണ് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കുക എന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളെയോ മറ്റുള്ളവരുടെ പ്രശംസകളെയോ ആശ്രയിച്ചാണെങ്കിൽ നിങ്ങൾ ആൾക്കൂട്ടത്തിൻ്റെ അടിമയാണ്. ജനങ്ങളുടെ ഇഷ്ടം പെട്ടെന്ന് മാറിമറിയുന്ന ഒന്നാണ്. ഇന്ന് അവർ നിങ്ങളെ കൈയടിച്ച് സ്വീകരിച്ചേക്കാം, എന്നാൽ നാളെ അവർ തന്നെ നിങ്ങളെ വിമർശിക്കും. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങളുടെ ജീവിതം അസ്ഥിരമായി തീരും. യഥാർത്ഥ ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്.
അതിനു പുറമേ നിന്നുള്ള ഉറപ്പുകൾ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ബന്ധങ്ങളിലെ അമിതമായ താല്പര്യം അഥവാ ഡെസ്പറേഷൻ. മറ്റൊരാളുടെ പുറകെ നടക്കുക, അമിതമായി മെസ്സേജ് അയക്കുക, ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അമിതമായി കഷ്ടപ്പെടുക. ഇത്തരം പ്രവർത്തികൾ നിങ്ങളുടെ വില കുറയ്ക്കുകയുള്ളൂ. ഒരാൾക്ക് നിങ്ങളെ എപ്പോഴും ലഭ്യമാണെങ്കിൽ നിങ്ങളുടെ മൂല്യം കുറയും. ഇതിനർത്ഥം നിങ്ങൾ സ്നേഹമില്ലാത്തവരാകണം എന്നല്ല, മറിച്ച് അച്ചടക്കമുള്ളവരാകണമെന്നാണ്. എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാൻ തയ്യാറുള്ളവന്റെ കയ്യിലാണ് യഥാർത്ഥ നിയന്ത്രണം. ശ്രദ്ധയ്ക്ക് വേണ്ടി യാചിക്കുന്നവർക്ക് അതൊരിക്കലും ലഭിക്കില്ല. നിങ്ങളുടെ ചുറ്റുപാടും വളരെ പ്രധാനമാണ്. പരാതി പറയുന്നവരും പരദൂഷണം പറയുന്നവരും ശരാശരി ജീവിതം നയിക്കുന്നവരുമാണ് നിങ്ങളുടെ കൂടെയുള്ളതെങ്കിൽ അറിയാതെ തന്നെ നിങ്ങളും അവരെ പോലെ ചിന്തിക്കാൻ തുടങ്ങും. ബലഹീനമായ കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ലക്ഷ്യബോധത്തെ നശിപ്പിക്കും. ശക്തരായ മനുഷ്യർ എല്ലാവരോടും മര്യാദയായി പെരുപ്പിച്ചു എന്ന് വരാം, എന്നാൽ അവർ വളരെ കുറച്ച് പേരുമായി മാത്രമേ അടുപ്പം പുലർത്താറുള്ളൂ. നിങ്ങളുടെ ചുറ്റുമുള്ളവരാണ് നിങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത്. അവസാനമായി, പെട്ടെന്നുള്ള പ്രതികാരമെന്ന വ്യാമോഹം ഒഴിവാക്കുക. ഒരാൾ നിങ്ങളെ ഉപദ്രവിച്ചാൽ ഉടൻ തന്നെ തിരിച്ചടിക്കണം എന്ന തോന്നൽ സ്വാഭാവികമാണ്. എന്നാൽ വികാരത്തിന് അടിമപ്പെട്ട് ചെയ്യുന്ന പ്രതികാരം പലപ്പോഴും നിങ്ങളെ തന്നെയാകും ദോഷകരമായി ബാധിക്കുക. ശരിയായ തന്ത്രങ്ങൾക്ക് ക്ഷമ ആവശ്യമാണ്. നിങ്ങൾക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രശ്നത്തെ പൂർണ്ണമായി പരിഹരിക്കുന്ന രീതിയിലായിരിക്കണം, അല്ലാതെ ഒരു നിമിഷത്തെ ദേഷ്യം തീർക്കാൻ വേണ്ടിയാകരുത്. പെട്ടെന്നുള്ള പ്രതികാരം നിങ്ങൾക്ക് കരുത്ത് തോന്നിച്ചേക്കാം, എന്നാൽ തന്ത്രപരമായ ക്ഷമയാണ് യഥാർത്ഥ കരുത്ത്. ചുരുക്കത്തിൽ, അധികാരം എന്നത് മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതല്ല, അത് സ്വയം അച്ചടക്കം പാലിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തരായ പുരുഷന്മാർ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പെട്ടെന്ന് പ്രവർത്തിക്കുന്നവരല്ല, മറിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് മാത്രം ചെയ്യുന്നവരാണ്. അവർ എല്ലാ തർക്കങ്ങളിലും പോരാട്ടങ്ങളിലും തലയിടാറില്ല. അവർ തങ്ങളുടെ വേദികൾ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നു. അതിലുപരി ഏതൊക്കെ ഒഴിവാക്കണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. ഓരോ ചുവടും അവർ വ്യക്തമായ ഉദ്ദേശത്തോടെ വെക്കുന്നു. അവർ ശാന്തത പാലിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ സാന്നിധ്യം എല്ലാവരും തിരിച്ചറിയുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.